മാഷോ? കുറച്ച് ഓറഞ്ചാ. വീട് കണ്ടുപിടിക്കാൻ അല്പം വിഷമിച്ചു. കണ്ടു കഴിഞ്ഞപ്പോ അതിലേറെ വിഷമായി. ഇങ്ങനൊരു സ്ഥലത്ത് ഇത് എന്നെ കിട്ടിയത് മഹാഭാഗ്യ. മാഷ അകത്തേക്ക് ഇരിക്കണില്ല, പോണം. പതിവില്ലാണ്ട് യാത്ര ചെയ്തുകൊണ്ടാണോന്ന് അറിയില്ല, മുത്തശ്ശിക്ക് നല്ല സുഖമില്ല. ടൗണിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാ ഞാനിങ്ങോട്ട് പോകുന്നത്. ദാ നീ ചോദിച്ച രൂപ 2000 ഉണ്ട്. തരാൻ പറ്റുന്ന കടങ്ങളെക്കാൾ തീർക്കാൻ പറ്റാത്ത കടങ്ങളാ എനിക്ക് മാഷിനോട്. അതൊന്നും സാരമില്ലടോ. ഈ സമയത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്, കുഞ്ഞിനാ കേട്. വരട്ടെ മാഷേ, അമ്മയോട് പറയണം ഞങ്ങൾക്ക് സുഖമാണെന്ന്. എന്താടോ ഇത്? ഇത് വലിയ മതിൽ വെച്ചൂടാ. ഓട്ടോ തിരിച്ചിട്ടോ, എന്തും സംഭവിക്കാം. മാലു, ഉച്ചക്കുണ്ടാൻ അരി കുറച്ച് കൂടുതലിട്ടോ. അവിയലും കാളനും ഒക്കെ വെക്കാനുള്ള നേരം ഉണ്ട്, ഒന്നും കുറയ്ക്കണ്ട. കുഞ്ഞമ്മാവനാണ് നല്ല വിശപ്പും. അവിയലോ? എന്താ നമസ്കാരം. ഇത് തേങ്ങ, ഇത് കൊല. അപ്പൊ തേങ്ങ കൊല. ഹൈ, കുട്ടാന്റെ തണ്ടാണ മോന്റെ കടന്നില് കുറ്റി മാതിരി വീർത്തിരിക്കണേ. എന്താ തെളിച്ചോ? അതാർക്ക് ഇത് കുറച്ച് ഉണ്ണിയപ്പാ ശാരദാമ്മേ. അഷ്ടപുരോഹിണിക്ക് തറവാട്ടമ്പലത്തിൽ ഉണ്ണിക്കണ്ണ നേരിച്ചതാ. മാലുവിന് കുറച്ച് കൊണ്ടുവരാതിരിക്കാൻ മനസ്സ് വന്നില്ല. എവിടെ മാലുവും കുട്ടനും? കുട്ടളിയോ, കുട്ടളിയോ, അച്ചോട്ടിൻ തന്തി വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാ, അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോട്ട് വരാം. അളിയനും മരുമോളൊന്നും ഈ വീട്ടിലില്ല. പിന്നെ ഇത് ഓമനക്കുട്ടന്റെ വീടല്ലേ? അല്ല, ഇത് നമ്പീശന്റെ വീടാ. നിങ്ങളെന്താ കുടിച്ചിട്ടുണ്ടോ? ശാരദാമ്മേ, എന്താ ഈ നമ്പീശൻ പറയണേ? ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ. നമ്മുടെ കുട്ടികളൊന്നും ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. വെറുതെ ഒച്ച ഓളിയിട്ട് ആളെ കൂട്ടാതെ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നത് നല്ലത്. എടോ, താൻ എന്റെ മാലുവിനെ സ്റ്റൗ ഒട്ടിച്ച് കൊന്നല്ലേ? സത്യം പറയണോ? അവിടെ എന്റെ മാലും കൂട്ടാളിയും പോയി അന്വേഷിക്കണം. അപ്പോളേ നമ്മൾ തമ്മിലൊരു കരാറില്ല. ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ മരുമോളെ നിങ്ങൾ കെട്ടിച്ചു. ചെക്കൻ താൻ തോന്നിയാണെന്ന് അന്വേഷിച്ചോ? അന്വേഷിച്ചില്ല. തന്തയുടെ ചൊല്ലുവിളിക്ക് വളർന്നതാണെന്ന് ചോദിച്ചോ? അതുമില്ല. അപ്പൊ പിന്നെ ചോദ്യം വേണ്ട, മര്യാദയ്ക്ക് ഇറങ്ങി പോവുക. വെറുതെ ചവിട്ടി കടി മേടിക്കരുത്. താൻ ഒലത്തും. എടോ, മര്യാദയ്ക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് എന്ത് പറ്റിന്ന് പറ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട് തീ വയ്ക്കും. കുട്ടളീന്റെ തന്തയ്ക്ക് പൂരപ്പാട്ടറിയോ? താനാരോ തന്നാരോ തന്നെ, താനാരോ താനാരോ, വാള് പിടിക്കണ കയ്യത് ചോരക്ക് ചോര, കൊല്ലാതെ കൊല്ലും, പറപ്പിച്ച വഴി തുടർന്നു ഞാൻ. താൻ കുട്ടളീന്റെ തന്തോ അല്ല കാലിനോ? എന്റെ ദൈവമേ, വെളുക്കാത്ത പാണ്ടായല്ലോ. പാണ്ടല്ല, പുണ്ണായി. എന്നെ എന്റെ മോനെ ശത്രുക്കളാക്കി മാറ്റിയത് നിങ്ങളൊക്കെ കൂടിയാ. എന്നിട്ട് ഉമ്മർത്ത് വന്നെന്ന് മുണ്ടും മടയക്കുത്തി നിയമം പറഞ്ഞോണ്ടല്ലോ. നിയമം ഞാൻ പഠിപ്പിക്കും നിങ്ങളെ. അന്ന് ഞാൻ പറഞ്ഞതായി പടി ചവിട്ടരുന്ന്. ഇനി വന്ന രണ്ടിന്റെ മുട്ടിയേറിട്ട് ഞാൻ പൊട്ടിക്കും, പറഞ്ഞേക്കാം. ചേർത്ത് തല്ലി പൊട്ടിയ തനിക്കെന്റെ കൊപ്രപ്പണിയോ? ഒന്ന് പോണോ കിളവാ? അയ്യോ, ഇറങ്ങി പോയിക്കോളും രണ്ടുപേരും. പോവാനോ? പോണില്ല. ഞങ്ങളെ പിള്ളേർ എവിടെയെന്ന് പറയാതെ ഞങ്ങൾ ഇവിടുന്ന് പോണില്ല. അച്ഛന്റെ അടുത്ത് വഴിക്കിട്ട് ഇറങ്ങി പോയതാ രണ്ടാളും. എവിടെന്നറിയില്ല. ആ കുട്ടിക്കാണെങ്കിൽ വിശേഷമുണ്ട്. ശ്രദ്ധ വേണ്ട സമയ. എവിടെ അയച്ചാലും കുഞ്ഞിരാമൻ അവരെ കണ്ടുപിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം. ഇനി വഴക്കിനൊന്നും നിൽക്കണ്ട. വാ മോളെ. ഇനി എന്തിനാ ഇവിടെ നിക്കണേ? നമുക്ക് പോവാം. ചാക്കെടുത്തു. തല്ലി കൊണ്ടെന്ന് മാറി ചാക്ക് എടുക്കണോ? സൗകര്യം എടുത്തിനാ മതി. കൊല ഞാൻ എടുക്കാം. ചുട്ടി, നമ്മള് വീട്ടിൽ ചെല്ലുമ്പോഴേ മാളുവിനെയും കുട്ടിനെയും കണ്ടെന്നേ പറയാവൂ. അതിന് നമ്മൾ കണ്ടില്ലല്ലോ. എടാ, എന്നാലും കണ്ടെന്നേ പറയാവൂ. നോണ, അത് ഞാൻ പറയാം. പക്ഷെ എനിക്ക് എന്ത് തരും? നിനക്ക് എന്ത് വേണേലും തരാം. എനിക്ക് ഐസ് ഫ്രൂട്ട് അടിച്ചരാം. സൂക്ഷിച്ച് കയറ്, തല പൊട്ടണ്ട. സൂക്ഷിച്ച് അങ്ങോട്ട് തള്ളു. എന്താണ്? ഒന്നുമില്ല, അങ്ങോട്ട് തള്ളിയിരിക്കും തണ്ടേ. എന്റെ പൊന്നെ ഇടത്തി, നമ്മുടെ മാലു സുഹൃതം ചെയ്തൊരു പെണ്ണ. അവിടെ അവക്ക് യാതൊരു കുറവുമില്ല.
ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുകയും മാലു ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊരു കരച്ചില. ഓ, ഞാൻ അങ്ങോട്ട് വല്ലാണ്ടായി. പിന്നെയല്ലേ മനസ്സിലായത് സന്തോഷം കൊണ്ടുള്ള ആനന്ദക്കണ്ണീരാണെന്ന്. ആ, നുണഞ്ഞോ എന്റെ പൊന്നാര മോൻ അപ്പുറത്ത് പോയിരുന്നു നുണഞ്ഞോ. ആ പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല, അവക്ക് വിശേഷമുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് അവളെ കാണാൻ കൊതിയാവുന്നു. അതിനിപ്പ എന്താ, നല്ല നേരം നോക്കി സൗകര്യം പോലെ ഞാൻ അവളെ കൊണ്ട് കാണിക്കാലോ. അതുപോലെ ഏടത്തീനെ അവളെ കുറിച്ച് ആലോചിച്ച് ആദ്യം പിടിച്ച അസുഖം കൂട്ടാതെ പോയി കിടക്കുക. സത്യം പറ, ശരിക്കും എന്താ ഉണ്ടായേ? ശരിക്കും ഉണ്ടായതല്ലേ ഞാൻ പറഞ്ഞത്. ദേ, ഏടത്തിയെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. എടേ, ഓമനക്കുട്ടൻ ആ നമ്പീശനുമായിട്ട് പിണങ്ങി മാലൂനെയും കുട്ടി വീട് വിട്ടിറങ്ങിപ്പോയി. ഇപ്പൊ എവിടെയാ എന്താന്നൊരു പിടിയില്ല. ഞാനിട്ട് അന്വേഷിക്കാനും പോയില്ല. എന്റെ ഈശ്വര, എന്നിട്ട് നിങ്ങളെന്താ വിവരം ഏടത്തിയോട് പറയാതിരുന്നത്? മഹാഭാവമാണ് കേട്ടോ. ഇനി മഹാഭാവി, ഏട്ടത്തിക്ക് നീ അത് കേട്ട് വലിവ് കൂടിയാൽ മെഡിക്കൽ കോളേജിലേക്ക് എടുക്കണം. വലിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഓമനക്കുട്ടൻ എന്നെ പോലെയല്ല, അവനവന്റെ അച്ഛനെ പോലെയാ, വാശിക്കാരനാ. ആ വാശി മൂത്ത് കിട്ടിയാൽ നമ്മൾ ജയിച്ചു. പിന്നെ ഇവിടെയുള്ളതെല്ലാം ശ്രുതിക്കല്ലേ, ശ്രുതിക്കുള്ളതെല്ലാം ഇവക്കല്ലേ. ഇടീ, നോക്കി നിൽക്കാതെ ആ പേനയെടുത്ത് 4 വരി എഴുതി അവനയക്കേ. അവനക്ക് നോക്കത്താത്ത ദൂരത്തിലല്ലേ. ഇനി വല്ല പട്ടാളക്കാരി അവന്റെ മനസ്സൊന്ന് കയറിയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചെല്ല്. എന്താടാ? അതെ, നമ്മള് വരണ വഴിക്ക് ഇവിടുന്ന് കൊണ്ടുപോയ തേങ്ങയും കൊലയും വിറ്റില്ലേ, അതിന്റെ കാശ് മുഴുവൻ എനിക്ക് തരണം. ഇല്ലാച്ചാ മാലുവിനെ സ്റ്റവ് പൊട്ടിച്ച് വന്ന കേസ് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. എടാ വഞ്ചക, നിനക്ക് ഐസ്ഫ്രൂട്ട് മതി എന്നല്ലേ പറഞ്ഞത്? ഐസോട്ട് ഇങ്ങനെ കാണിച്ച് വലിഞ്ഞു പോയി. സ്വന്തം തന്തയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നോടാ. നിങ്ങള് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടല്ലേ ഞാൻ ബ്ലാക്ക് ആയേ? ഓ എന്റെ ദൈവമേ, ഇവനെയൊക്കെ ഏത് നേരത്താണോ ഈശ്വര. എനിക്കതറിയില്ല. തന്നിരിക്കുന്ന മരുന്നൊക്കെ സമയത്ത് കഴിച്ചോളണം. അവസാനം എനിക്ക് പണി ഉണ്ടാക്കരുത് കേട്ടോ. ഇവിടെ താമസിക്കുന്നെന്ന് എങ്ങനെയാ മനസ്സിലായേ? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സബിതയുടെ വീട് ഇവിടെ അടുത്താ. അവളാ പറഞ്ഞേ ഏട്ടനും ഏടത്തി ഇവിടെയാ താമസിക്കണെന്ന്. ഓൾക്ക് സുഖാണോ? മോളല്ല, ചക്കപ്പോത്ത വീപ്പക്കുറ്റി. എന്റെ വീപ്പക്കുറ്റിക്ക് മൂത്താപ്പയുടെ കൊട്ടാരം കാണണ്ടേ? ഏട്ടന്റെ വീട്ടിലേക്ക് വരല്ലേ? ഏട്ടൻ പോയതിനു ശേഷം അമ്മക്ക് അറിയാത്ത ഒരു ദിവസവും ഇല്ല. ഏടത്തിക്ക് ഇങ്ങ് പറഞ്ഞൂടെ ഏട്ടനോട്? ഏട്ടനില്ലാണ്ട് എനിക്ക് അവിടെ ഒരു രസവും ഇല്ല ഏട്ടാ. അയ്യേ, വലിയ പെൺകുട്ടികള് ഇങ്ങനെ കരയ. മോൾക്ക് എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. ഏട്ടനോട് തൊട്ടടുത്തില്ലേ? വേഗം പൊക്കോ. വീട്ടിലെ അമ്മയൊക്കെ മോളെ കാണാണ്ട് വിഷമിച്ചിരിപ്പുണ്ടാവും. പടി വരെ ഏട്ടൻ കൊണ്ടാക്കാം.